ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സാംസങ് S25 സീരീസ് അല്ലെങ്കിൽ സാംസങ് S25 അൾട്ര ഓൾമോസ്റ്റ് ഇനി നമുക്ക് ഈ മാസം തന്നെ ഓൾമോസ്റ്റ് ഇറങ്ങാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ അവരുടെ S23 സീരീസുകൾക്കും S24 സീരീസുകൾക്കും പ്രൈസ് കുറയാൻ ചാൻസ് കൂടുതലാണ്. S23 സീരീസ് നോർമലി അവർ പ്രൊഡക്ഷൻ നിർത്താനാണ് ചാൻസ്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ ആക്ച്വലി പ്രൈസ് കുറയാൻ പോകുന്നത് നമ്മുടെ S24 സീരീസിനായിരിക്കും. അപ്പോൾ S24 അൾട്ര നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആക്ച്വലി പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. ആമസോണിൽ നമുക്കിപ്പോൾ S24 അൾട്ര നമുക്ക് ഓൾമോസ്റ്റ് ഒരു 92,000-93,000 നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു S24 അൾട്ര എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ S23 അൾട്ര എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആമസോണിൽ കയറിയിട്ട് ഓർഡർ ചെയ്യാൻ മറക്കണ്ട. S23 അൾട്ര ആണെങ്കിൽ നമുക്ക് 72,000 രൂപയ്ക്ക് കിട്ടും. അത് നിങ്ങൾ ആമസോൺ ICC കാർഡോ അല്ലെങ്കിൽ കാർഡൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 3,000-4,000 രൂപ ക്യാഷ് ബാക്ക് ആയിരിക്കും. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് 70,000 താഴെ കിട്ടും. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ S24 അൾട്ര തന്നെ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 95,000 നമുക്ക് കിട്ടും. അത് ICC കാർഡ്, ആമസോൺ ICC കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അതിനും ഒരു 4,000 രൂപ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90,000 സാധനം അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആമസോണിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാ കളേഴ്സും അവൈലബിൾ അല്ല. ടൈറ്റാനിയം 12 GB 256 GB വേരിയൻ്റ് ഇതാണ് കളർ. ഈ സാധനം നമുക്ക് ആക്ച്വലി ഇപ്പോൾ സാംസങ്ങിന് ഇപ്പോൾ നമുക്ക് ആമസോണിൽ 95,400 നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതല്ലാണ്ട് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. RBL ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ ICC കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോ കോസ്റ്റ് EMI ഓഫറും ആമസോൺ ICC കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കിട്ടും. 6 മാസത്തേക്ക് നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI കിട്ടും. അതിൻ്റെ നോർമൽ EMI ഓപ്ഷനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എത്ര വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതല്ലാണ്ട് ഡെബിറ്റ് കാർഡ് EMI ഓഫറും സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇപ്പോൾ നോർമൽ നിങ്ങളൊരു 12 മാസത്തേക്ക് EMI എടുക്കുകയാണെങ്കിൽ നമുക്ക് 12 മാസത്തേക്ക് നോർമലി വരുന്നത് 8,500 രൂപയാണ് വരിക. 24 മാസമാണെങ്കിൽ 4,600 രൂപയാണ് EMI ആയിട്ട് വരിക കേട്ടോ. 15% ഇൻട്രസ്റ്റ് ആണ് വരിക. 15.9 ഓൾമോസ്റ്റ് 16%. ഓൾമോസ്റ്റ് മിക്ക എല്ലാ കാർഡുകളും തന്നെ 199 റുപ്പീസ് എന്താ പറയുക പ്രൊസൻസ് ഫീ ആയിട്ടും വരും ഫസ്റ്റ് EMIയിൽ. അതാണ് ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ കളേഴ്സിനും അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ ടൈറ്റാനിയം കളറിലാണ് ഇപ്പോൾ 95,000 ഓഫർ വന്നിരിക്കുന്നത്. അതിൻ്റെ എന്താ പറയുക ടൈറ്റാനിയം ബ്ലാക്കാണ് ഓഫർ വന്നിരിക്കുന്നത്. ടൈറ്റാനിയം ഗ്രേ ഓപ്ഷനിന് നമുക്ക് ഇപ്പോഴും 1,11,000 രൂപ വില വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. അതിന് പക്ഷേ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ടൈറ്റാനിയം ഗ്രേ 1 ഡേ ഡെലിവറി ഉണ്ട്. മറ്റേത് നമുക്ക് 2 ഡേ 3 ഡേ ഡെലിവറി ഒക്കെയാണ്. 3 to 4 days ഒക്കെ എടുക്കും. അതാണ് അതിൽ വ്യത്യാസം കാണുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ പോലെ തന്നെയാണ്. 512 GB ആണെങ്കിൽ നമുക്ക് 1,20,000 രൂപ വരുന്നുണ്ട്. അത് നമുക്ക് 1 ഡേ ഡെലിവറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈറ്റാനിയം ബ്ലാക്കിൻ്റെ തന്നെ നമുക്ക് 2 സെല്ലർമാർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 ഡേ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ 1,11,000 രൂപ നമുക്ക് അതിൻ്റെ വേറെ ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ S23 അൾട്ര ആണെങ്കിൽ അപ്പോൾ ഇന്ന് ആദ്യം പ്രൈസ് കൂടി 50,000 രൂപയായി ഉണ്ടോ. ഒരു നമ്മുടെ S23 അൾട്ര ഗ്രീൻ കളറായിരുന്നു. അത് പ്രൈസ് കൂടി 2 ദിവസം മുമ്പ് 72,000 രൂപയായിരുന്നു. അത് പ്രൈസ് കൂടി. അപ്പോൾ അതിൻ്റെ തന്നെ ടൈറ്റാനിയം യെല്ലോ കളറും S24 അൾട്ര നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാൻ മറക്കണ്ട കേട്ടോ. അറ്റ്ലീസ്റ്റ് S23 അൾട്രെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കാൻ മറക്കണം. എന്ന് വെച്ചാൽ ഇനി എന്തായാലും പ്രൈസ് കുറയില്ല S23 അൾട്രയ്ക്ക്. മാക്സിമം അത് നിർത്താനേ വഴിയുള്ളൂ. S23 നോർമൽ സീരീസ് എന്തായാലും നിർത്തും. S23 അൾട്ര ഒരു സ്റ്റോക്ക് കഴിയുന്നവരെ ചിലപ്പോൾ ഹോൾഡ് ചെയ്തേക്കും, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ മിക്കതും സ്റ്റോക്ക് കഴിയാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇനി റിപ്പബ്ലിക് ഡേ സെയിൽ വരുന്നുണ്ട്. അതിൽ S23 അൾട്രയ്ക്ക് എന്തായാലും പ്രൈസ് കുറയാൻ ഒരു ചാൻസും ഇല്ല. മാക്സിമം എന്തായാലും 70,000 രൂപ 69,000 999 ആ പ്രൈസ് തന്നെ ആയിരിക്കുള്ളൂ. S24 അൾട്രയ്ക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഈ 95 ആ റേഞ്ചിലൊക്കെ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഭയങ്കരമായിട്ട് കുറയാൻ ചാൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താ പറയുക S25 സീരീസ് തന്നെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ മാസം കഴിയുന്നവരെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും പ്രൈസ് ഉറപ്പാണ്. 1,30,000 മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കും S25 അൾട്രയ്ക്ക്. അപ്പോൾ അത്രയും പ്രൈസ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മോഡൽ എടുക്കായിരിക്കും നല്ലത്. വെച്ചാൽ വലിയ ഡിഫറൻസും കാണുന്നില്ല. നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസും അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. S23 അൾട്ര ആയാലും പോലും നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 ആണ് വരിക. എനിക്ക് തോന്നുന്നത് ക്യാമറ സെൻസർ എല്ലാത്തിലൊന്നും ചേഞ്ചസ് ഇല്ല. മെയിൻ സെൻസറിനൊന്നും ചേഞ്ച് ഇല്ല. ഏതാണ്ട് ഒരു സെൻസറിന് മാത്രം ടെലിഫോട്ടോ ലെൻസോ അങ്ങനെ എന്താണ് ഒരെണ്ണത്തിന് മാത്രമാണ് ചേഞ്ചസ് വന്നിട്ടുള്ളൂ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും നമുക്ക് ആ പ്രൈസ് ഡിഫറൻസിനുള്ളത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് വേണമെങ്കിൽ കണ്ടുപോകും. നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണം കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.